അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ലിംഗസമത്വ വിവാദം, ഇസ്ലാമിന് നേരെയുള്ള ഒളിയമ്പ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. IS-നെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധം, നേതൃത്വം നൽകാൻ US തയ്യാറാണെന്ന് ബറാക് ഒബാമ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കുമെന്ന് ജനങ്ങളും പ്രസ്ഥാനവും നിശ്ചയിക്കുമെന്ന് VS അച്യുതാനന്ദൻ. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം. ബാർ കോഴക്കേസിൽ CBI അന്വേഷണം വേണ്ട, ഹൈക്കോടതിക്കെതിരെ MM ഹസൻ. ബിജു രമേശ് സർക്കാരുമായി ഒത്തുകളിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ആരോപണം. SSF മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് പ്രൗഢമായ സമാപനം. SSFന് ജില്ലയിൽ ഇനി 2 കമ്മിറ്റികൾ, 3 പുതിയ ഡിവിഷനുകൾ. UAE ദേശീയ സാഹിത്യോത്സവിന് സമാപനം. ദുബൈ സോണിന് കലാകിരീടം. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ അസ്ഹരി തങ്ങൾ വഫാത്തായി. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ആരു നയിക്കുമെന്ന് ജനങ്ങളും പ്രസ്ഥാനവും നിശ്ചയിക്കുമെന്ന് VS അച്യുതാനന്ദൻ. താൻ മത്സരിക്കുന്നത് ജനങ്ങളുടെയും പാർട്ടികളുടെയും അഭിലാഷം അനുസരിച്ചായിരിക്കുമെന്നും VS തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ജനങ്ങളും പ്രസ്ഥാനവും എല്ലാം തന്നെ നിശ്ചയിക്കും. നമുക്കെല്ലാം തന്നെ അതനുസരിച്ച് മുന്നോട്ട് പോകാം. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെയും പാർട്ടികളുടെയും എല്ലാം അഭിലാഷമനുസരിച്ചാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VS നയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. മത്സരിക്കുന്നതിന് പ്രായപരിധിയില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് VSന്റെ സ്ഥാനാർത്ഥിത്വം വീണ്ടും സജീവ ചർച്ചയായത്. അതേസമയം CPM സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടിക്ക് വിട്ടുതരണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബിജു രമേശ് സർക്കാരുമായി ഒത്തുകളിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ആരോപണം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ബാറുടമ ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ പൊളിച്ചുമാറ്റുന്നതിൽ സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി മുഖ്യമന്ത്രിക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ കത്ത്. കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ച് ഉടൻ നടപടി വേണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. കേരള കോൺഗ്രസ് എം നേതാവ് ജോസഫ് M പുതുശ്ശേരിയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. 1.5 മാസമായി ഫയൽ റവന്യൂ വകുപ്പ് പിടിച്ചുവച്ചിരിക്കുകയാണെന്നും ബിജു രമേശിന് ഹൈക്കോടതി അനുവദിച്ച സ്റ്റേക്കെതിരെ അപ്പീൽ നൽകണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ബാർ കേസിലെ ഇരട്ടനീതി ആരോപണത്തിന് പിന്നാലെയാണ് ബിജു രമേശിന് അനുകൂലമായി സർക്കാരും റവന്യൂ വകുപ്പും നിലപാടെടുക്കുന്നത് കേരള കോൺഗ്രസ് എം ചർച്ചയാക്കുന്നത്. ഈ വിഷയത്തിൽ നടപടിയുണ്ടാകും വരെ ശക്തമായി രംഗത്തെത്താനാണ് കേരള കോൺഗ്രസിൽ ധാരണ. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കിഴക്കേക്കോട്ടയിലെ ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി ബിൽഡിംഗ് അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ടു. ഇതിനെതിരെ ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കോടതി സ്റ്റേ അനുവദിക്കുകയായിരുന്നു. അതേസമയം കോടതി സ്റ്റേ നൽകിയതല്ലെന്നും കേസ് തള്ളുകയാണുണ്ടായതെന്നും ബിജു രമേശ് വ്യക്തമാക്കുന്നു. സർക്കാർ വില നൽകിയാൽ ഭൂമി നൽകാൻ തയ്യാറാണെന്നും ബിജു രമേശ് പറഞ്ഞു. ബാർ കോഴയിൽ കുടുങ്ങിയ മാണി തന്നോട് വൈരാഗ്യം തീർക്കുകയാണെന്നും ബിജു രമേശ് കൂട്ടിച്ചേർത്തു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്. രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കോൺഗ്രസ് MP ഭട്ടാചാര്യ അധ്യക്ഷനായ പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ ആഭ്യന്തര മന്ത്രാലയം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വർഗീയത വർദ്ധിക്കുന്നതിൽ സോഷ്യൽ മീഡിയ പ്രധാന പങ്കുവഹിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ വർഷം ഒക്ടോബർ വരെ മാത്രം ചെറുതും വലുതുമായ 630 കലാപങ്ങളുണ്ടായതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 68 പേർ കൊല്ലപ്പെട്ടു, 1800-ലേറെ പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 4 മാസത്തിനിടെ 300 കലാപങ്ങൾ നടന്നു. ഓരോ മാസവും 75 കലാപങ്ങൾ നടക്കുന്നു. ഫരീദാബാദിലെ പള്ളിക്കുനേരെയുണ്ടായ അക്രമവും ദാദ്രിയിലെ കൊലപാതകവുമാണ് പ്രധാന സംഭവങ്ങളായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2014-ൽ 644 കലാപങ്ങളും 2013-ൽ 823 കലാപങ്ങളും രാജ്യത്തുണ്ടായി. കലാപങ്ങളിൽ ഭൂരിഭാഗവും ചെറുതും പ്രാദേശിക സ്വഭാവം ഉള്ളതുമായിരുന്നെന്ന് റിപ്പോർട്ട് പറയുന്നു. ഹൈക്കോടതി ബാർ കോഴക്കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയതിനെതിരെ KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. ബാർ കോഴക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതിയുടേത് യുക്തിരഹിതമായ വാദമാണ്. പരിഗണനയിലില്ലാത്ത വിഷയത്തിലാണ് കോടതി മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. ഇത് അനുചിതമായെന്നും അദ്ദേഹം പറഞ്ഞു.
പല കേസുകളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കോടതി പറയുന്നത്. ഇത്തരം പരാമർശങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബാർ കോഴ കേസ് സംസ്ഥാന ഏജൻസി അന്വേഷിക്കുകയാണ്. കേസിൽ വിജിലൻസ് തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ CBI അന്വേഷണം എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. ബാർ കോഴ കേസിൽ ഇരട്ടനീതി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബാർ കോഴ കേസിൽ CBI അന്വേഷണമാണ് വേണ്ടതെന്ന് ഹൈക്കോടതി ഇന്നലെ നിരീക്ഷിച്ചിരുന്നു. കേസിൽ ആരോപണ വിധേയനായ KM മാണി നിരപരാധിയാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പരസ്യമായി പ്രസ്താവന നടത്തിയിട്ടുള്ളതിനാൽ വിജിലൻസ് തന്നെ തുടരന്വേഷണം നടത്തുന്നതിൽ എന്ത് പ്രസക്തിയെന്നും ആരോപണ വിധേയർ ഉന്നതരായതിനാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസി കേസ് അന്വേഷിക്കുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് B. സുധീന്ദ്രകുമാർ വിലയിരുത്തിയിരുന്നു. അടുത്ത വർഷത്തെ ഹജ്ജ് ഏകീകൃത ബാഗേജ് അടുത്ത വർഷം പിൻവലിച്ചേക്കും, കോട്ട വർദ്ധിപ്പിച്ചേക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. രാജ്യത്തെ ഹജ്ജ് തീർത്ഥാടകർക്കായി നടപ്പാക്കിയ ഏകീകൃത ബാഗേജ് സമ്പ്രദായം അടുത്ത വർഷം മുതൽ പിൻവലിച്ചേക്കും. വ്യാഴാഴ്ച മുംബൈയിൽ ചേർന്ന ഹജ്ജ് കമ്മിറ്റി അവലോകന യോഗത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ഏകീകൃത ബാഗേജ് സമ്പ്രദായം നടപ്പാക്കാനായി കഴിഞ്ഞ വർഷം മുതൽ തീർത്ഥാടകരിൽ നിന്ന് 5100 രൂപ ഈടാക്കിയിരുന്നു. വ്യാപക പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ കേരളം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ടെൻഡർ നടപടികൾ അടക്കം അവസാന ഘട്ടത്തിലായതിനാൽ ഒന്നും ചെയ്യാനാവില്ലെന്നായിരുന്നു ഹജ്ജ് കമ്മിറ്റിയുടെ നിലപാട്. ഇത്തവണ ഈ വിഷയം നേരത്തെ തന്നെ ഉന്നയിച്ചതിനാൽ ഏകീകൃത ബാഗേജ് സംവിധാനം ഒഴിവാക്കിയേക്കും. B കാറ്റഗറിയിൽ ഉൾപ്പെട്ട 5 വർഷമായി അപേക്ഷിക്കുന്ന എല്ലാ തീർത്ഥാടകർക്കും സീറ്റ് അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണ കേരളത്തിന് അനുവദിച്ച കോട്ട 5633 ആയിരുന്നു. ഇത്തവണയും ഇതേ കോട്ടയാണെങ്കിൽ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം പേർക്കും പോകാനാവില്ല. 5600-ൽ 2000-ഓളം സീറ്റുകൾ 70 വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും. ബാക്കിയുള്ള 3600 സീറ്റുകൾ മാത്രമേ 5-ാം വർഷവും അപേക്ഷിക്കുന്നവർക്ക് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷവും 4-ാം വർഷവും അപേക്ഷിച്ചവരിൽ 8500-ഓളം പേർക്ക് അവസരം ലഭിച്ചിട്ടില്ല. മുൻവർഷത്തെ രീതിയിലാണ് കോട്ട അനുവദിക്കുന്നതെങ്കിൽ B കാറ്റഗറിയിൽപ്പെട്ട 5000-ഓളം പേർക്ക് പോകാനാവില്ല. ഇവർക്കെല്ലാം അവസരം ലഭിക്കണമെങ്കിൽ 10000-ഓളം സീറ്റുകൾ സംസ്ഥാനത്തിന് വേണ്ടിവരും. ഈ വിഷയം പരിഗണിക്കുമെന്നാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പ്രതിനിധികളെ അറിയിച്ചത്. ഹജ്ജിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു. നിലവിൽ ആദ്യമായി അപേക്ഷിക്കുന്നവരും അവസരം ലഭിക്കില്ലെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം അപേക്ഷയോടൊപ്പം നൽകണം. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. അടുത്ത വർഷത്തെ ഹജ്ജ് വിമാനങ്ങൾ കോഴിക്കോട്ട് നിന്ന് പുറപ്പെടാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. വിമാനത്താവളത്തിന്റെ 1-ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ 2016 ഏപ്രിലോടുകൂടി തീരുമെന്നും ഇതോടെ അടുത്തു നിർത്തലാക്കിയ വിമാനങ്ങളുടെ അന്താരാഷ്ട്ര സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് P. ഗംഗാധരൻ, ഡോക്ടർ മൊയ്തു, TPM ഹാഷിർ അലി പങ്കെടുത്തു. IS തീവ്രവാദികൾക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് US പ്രസിഡന്റ് ബറാക് ഒബാമ. ISനെ തുരത്താൻ കഴിയുമെന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നും ഒബാമ പറഞ്ഞു. മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംപൂരിൽ ASEAN ഉച്ചകോടിയുടെ അവസാന ദിവസം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങൾക്കുമേൽ തീവ്രവാദികൾ നടത്തുന്ന ആക്രമണം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ ഒബാമ ISനെതിരായ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ US തയ്യാറാണെന്നും വ്യക്തമാക്കി. ISനെതിരായ പോരാട്ടത്തിൽ റഷ്യയും ചേരണമെന്ന് ഒബാമ ആവശ്യപ്പെട്ടു. റഷ്യൻ വിമാനം വെടിവെച്ചിട്ടത് IS ആണെന്ന് ആരോപണമുണ്ട്. തന്റെ രാജ്യത്തെ ജനങ്ങളെ കൊന്ന ISനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരേണ്ടത് പുടിന്റെ കടമയാണെന്നും ഒബാമ പറഞ്ഞു. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് റഷ്യ പിന്മാറണം. അസദിനെതിരെ പ്രവർത്തിക്കുന്ന വിമതരെയാണ് റഷ്യ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അസദ് ഭരണത്തിൽ ഉള്ളിടത്തോളം കാലം സിറിയയിലെ സംഘർഷം അമർച്ച ചെയ്യാൻ സാധിക്കില്ല. തീവ്രവാദത്തെ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ലോകം അണിനിരക്കണമെന്നും ഒബാമ പറഞ്ഞു. UAE വിശേഷങ്ങൾ. രാജ്യം പ്രവർത്തിക്കുന്നത് വരും തലമുറയുടെ ശോഭനമായ ഭാവി ലക്ഷ്യമിട്ടാണെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ. UAE-ലെമ്പാടും ഇന്നു മുതൽ നൂതനാശയ വാരാചരണത്തിന് തുടക്കം കുറിച്ചു. ഈ മാസം 28 വരെ നീണ്ടു നിൽക്കുന്ന UAE ഇന്നൊവേഷൻ വീക്കിൽ 800 കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതാണ്. UAE-യിൽ കുറഞ്ഞ വാഹന വേഗത പരിധി മണിക്കൂറിൽ 50 കിലോമീറ്ററായി കുറയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൌണ്ടേഷൻ ആഭിമുഖ്യത്തിലുള്ള വിജ്ഞാന ഉച്ചകോടി ഡിസംബർ 7 മുതൽ 9 വരെ ദുബായ് ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പൈതൃക കലകളുടെയും സർഗ പ്രതിഭയുടെയും മത്സര ആസ്വാദന അരങ്ങ് സൃഷ്ടിച്ച് റിസാല സ്റ്റഡി സർക്കിൾ 7ാമത് ദേശീയ സാഹിത്യോത്സവിന് സമാപനം കുറിച്ചു. 188 പോയിന്റ് നേടി ദുബായ് സോൺ ചാമ്പ്യന്മാരായി. 150 പോയിന്റോടെ അബുദാബി 2ാം സ്ഥാനവും 147 പോയിന്റോടെ ഷാർജ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അല്ലൈൻ സോണിൽ നിന്നുള്ള ഹാഷിർ ഹാരിസാണ് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സമാപന സമ്മേളനം ഇന്ത്യൻ കോൺസുൽ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. UAEയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ ഇത്തിഹാദ് ന്യൂയോർക്കിലേക്ക് സൂപ്പർ ജംബോ വിമാന സർവീസ് നാളെ മുതൽ ആരംഭം കുറിക്കുന്നു. സ്നേഹമുള്ള സുദൃഢമായ കുടുംബ ബന്ധത്തിന് കുടുംബത്തെ അറിഞ്ഞു സ്നേഹിക്കണമെന്ന് പ്രമുഖ ഖുർആൻ പ്രഭാഷകൻ സാഫി സഖാഫി മുണ്ടമ്പ്ര ബർദുബായി ICF സംഘടിപ്പിക്കുന്ന 6 മാസം നീണ്ടു നിൽക്കുന്ന മെമ്മറൈസിന്റെ പ്രഥമ സംരംഭമായ സ്മാർട്ട് ഫാമിലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽപദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 10,000 പങ്കെടുത്ത പൊതുസമ്മേളനത്തോടെ മലപ്പുറം ഐലൻഡ് പോയിന്റിൽ SSF ജില്ലാ സമ്മേളനം സമാപിച്ചു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിലാണ് SSF ജില്ലാ സമ്മേളനം നടന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഇബ്നു ഹൈസം സ്ക്വയറിൽ ഹയർ സെക്കൻഡറി സമ്മേളനവും ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി വിസ്ഡം സ്ക്വയറിൽ ക്യാമ്പസ് കോൺഫറൻസും നടന്നു. ഇരു സമ്മേളനങ്ങളിലെയും പ്രതിനിധികൾ മലപ്പുറം ടൌണിൽ നടത്തിയ വിദ്യാർത്ഥി റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി AP അനിൽകുമാർ, SYS സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി, KMA റഹീം സാഹിബ്, SSF ജില്ലാ പ്രസിഡന്റ് ദുൽഫുക്കാർ അലി സഖാഫി, SSF ജില്ലാ ജനറൽ സെക്രട്ടറി M അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. SSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ഈസ്റ്റ് വെസ്റ്റ് എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കാന്തപുരം ഉസ്താദ് നടത്തി. അരാഷ്ട്രീയതയും ആഭാസങ്ങളും നിറഞ്ഞാടിയ ക്യാമ്പസ് മുറ്റങ്ങളെ ധർമാവിഷ്കാരങ്ങളാൽ തിരുത്തെഴുതാനൊരുങ്ങി SSF പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ത്രിവർണ പതാകയേന്തിയ വിദ്യാർത്ഥി കൌമാരങ്ങൾ മലപ്പുറത്ത് പുതിയ സമര കാഹളം മുഴക്കി. ആഭാസങ്ങൾക്കും ലഹരിക്കും കീഴടങ്ങിയ നവകാല വിദ്യാർത്ഥിത്വത്തെ മാറ്റിപ്പണിയാൻ ഈ കർമ്മഭടന്മാർ ഇനി ക്യാമ്പസുകളിലേക്ക്. SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച ക്യാമ്പസ് ഹയർ സെക്കൻഡറി സമ്മേളനങ്ങൾ തിരുത്തെഴുത്തിന്റെ നേർസാക്ഷ്യമായി. 4 പതിറ്റാണ്ടിലേറെ കാലം മലപ്പുറം ജില്ലയുടെ സാംസ്കാരിക ഇടങ്ങളിൽ വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിയ SSFന് ജില്ലയിൽ ഇനി 2 കമ്മിറ്റികൾ. മലപ്പുറം ഈസ്റ്റ്, മലപ്പുറം വെസ്റ്റ് എന്നിങ്ങനെ 2 ജില്ലാ കമ്മിറ്റികളാണ് നിലവിൽ വരുന്നത്. മലപ്പുറത്ത് നടന്ന SSFന്റെ ജില്ലാ സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
1973 SSFന്റെ പിറവി മലപ്പുറം ജില്ലയിലായിരുന്നു. അന്നു മുതൽ തുടങ്ങിയ മുന്നേറ്റങ്ങളിൽ ഒരു ജില്ലാ കമ്മിറ്റിക്ക് ഉൾക്കൊള്ളുന്നതിനും അപ്പുറമുള്ള യൂണിറ്റുകളുടെ വളർച്ചയാണ് ജില്ലാ വിഭജനത്തിലേക്ക് നയിച്ചത്. നിലവിലുള്ള ഡിവിഷനുകൾക്ക് പുറമെ പുതിയ 3 ഡിവിഷൻ കൂടി നിലവിൽ വരും. എടക്കര, വാഴക്കാട്, വേങ്ങര എന്നീ ഡിവിഷനുകളാണ് നിലവിൽ വരുന്നത്. അരീക്കോട്, വാഴക്കാട്, കൊണ്ടോട്ടി, മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, വണ്ടൂർ, നിലമ്പൂർ, എടക്കര എന്നീ 9 ഡിവിഷനുകൾ ചേർന്നാണ് SSF മലപ്പുറം ഈസ്റ്റ് ജില്ല നിലവിൽ വരുന്നത്. പൊന്നാനി, തിരൂർ, താനൂർ, തിരൂരങ്ങാടി, കോട്ടക്കൽ, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ ഡിവിഷനുകൾ ചേർന്ന് SSF മലപ്പുറം വെസ്റ്റ് ജില്ലയും രൂപപ്പെടും. കാരന്തൂർ മർക്കസിൽ നടന്ന SSF സംസ്ഥാന കൌൺസിലാണ് മലപ്പുറം ജില്ലാ വിഭജനത്തിനുള്ള അംഗീകാരം നൽകിയത്. ഡിസംബർ 20 മലപ്പുറം മഅദിനിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഇരു ജില്ലകളിലെയും പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. ലിംഗസമത്വ വിവാദം ഇസ്ലാമിന് നേരെയുള്ള ഒളിയമ്പാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇത്തരം വാദങ്ങൾ തെറ്റാണെന്നും ബുദ്ധിപരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ നടന്ന SSF ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സമുദായത്തെ ഭീകരവാദികളായും തീവ്രവാദികളായും മുദ്രകുത്തി മാറ്റി നിർത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അതിൽ എല്ലാ മതത്തിൽ നിന്നുള്ളവരുമുണ്ട്. എന്നാൽ മുസ്ലിംകൾ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് വരുത്തി തീർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഹൈദ്രോസ് അൽ അസ്ഹരി തങ്ങൾ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വളാഞ്ചേരി കളമംഗലം വലിയ ജാറത്തിങ്കലെ സ്വവസതിയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെക്കാലമായി വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു. മയ്യിത്ത് നിസ്കാരം ഇന്നുച്ചയോടെ കളമംഗലം ജുമാ മസ്ജിദിൽ നടന്നു. ദീർഘകാലം ചേളാരി വിഭാഗം സമസ്തയുടെ പ്രസിഡന്റായിരുന്ന തങ്ങളെ സംഘടനയിലെ അപജയങ്ങൾ തുറന്നു പറഞ്ഞതിന് തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു. പ്രസിദ്ധമായ സയ്യിദ് ഹൈദ്രോസ് കുടുംബത്തിൽപ്പെട്ട ആളും പണ്ഡിതനുമായ അസ്ഹരി തങ്ങളുടെ വിയോഗത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുശോചിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ 7ാമത് UAE ദേശീയ സാഹിത്യോത്സവിൽ 188 പോയിന്റ് നേടി ദുബായ് സോൺ ചാമ്പ്യന്മാരായി. 150 പോയിന്റോടെ അബുദാബി 2ാം സ്ഥാനവും 147 പോയിന്റുമായി ഷാർജ 3ാം സ്ഥാനവും നേടി. അൽ ഐൻ സോണിൽ നിന്നുള്ള ഹാഷിർ ഹാരിസ് കലാപ്രതിഭയായി. അടുത്ത സാഹിത്യോത്സവ വേദിയായി അൽ ഐനെ പ്രഖ്യാപിച്ചു. 4 വിഭാഗങ്ങളിലായി 40 കലാസാഹിത്യ ഇനങ്ങളിൽ 7 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. സമാപനത്തോടനുബന്ധിച്ച് കലാസന്ധ്യയും ഒരുക്കിയിരുന്നു. സമാപന സമ്മേളനം ഇന്ത്യൻ കൌൺസിൽ P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ICF നാഷണൽ പ്രസിഡന്റ് മുസ്തഫ ദാരിമി അധ്യക്ഷത വഹിച്ചു. ഇസാന ചീഫ് എഡിറ്റർ സുലൈമാൻ സഖാഫി മാളിയേക്കൽ സന്ദേശ പ്രഭാഷണം നടത്തി. കേരളത്തിലെ പ്രഥമ ഇസ്ലാമിക വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രമായ വേങ്ങര അൽ ഹിസാൻ ഇസ്ലാമിക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ത്രീകൾക്കായി രൂപകൽപ്പന ചെയ്ത ഇഹ്സാനിയ ഡിഗ്രിക്കുള്ള ഡിസംബർ സെഷൻ അഡ്മിഷൻ ആരംഭിച്ചു. 4 സെമസ്റ്ററുകളിലായി 2 വർഷം കൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ച് പൂർത്തീകരിക്കാവുന്ന കോഴ്സാണ് ഇഹ്സാനിയ ഡിഗ്രി. വിശ്വാസം, കർമ്മം, ആദർശം, ഖുർആൻ, ഹദീസ്, തസവുഫ്, മനഃശാസ്ത്രം, ഹോം സയൻസ്, ഭാഷകൾ, ലൈഫ് സ്കിൽസ്, സന്താന ശിക്ഷണം, വ്യക്തിത്വ വികസനം തുടങ്ങി ഉത്തമ കുടുംബിനികൾക്ക് ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പാഠ്യപദ്ധതി. വിശദമായ വിവരങ്ങൾക്ക് 9747013134 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലിംഗസമത്വ വിവാദം ഇസ്ലാമിന് നേരെയുള്ള ഒളിയമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ISനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധം, നേതൃത്വം നൽകാൻ US തയ്യാറാണെന്ന് ബറാക് ഒബാമ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കുമെന്ന് ജനങ്ങളും പ്രസ്ഥാനവും നിശ്ചയിക്കുമെന്ന് VS അച്യുതാനന്ദൻ. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം. ബിജു രമേശ് സർക്കാരുമായി ഒത്തുകളിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ആരോപണം. SSF മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് പ്രൌഢമായ സമാപനം. SSFന് ജില്ലയിൽ ഇനി 2 കമ്മിറ്റികൾ, 3 പുതിയ ഡിവിഷനുകൾ. ബാർ കോഴക്കേസിൽ CBI അന്വേഷണം വേണ്ട, ഹൈക്കോടതിക്കെതിരെ MM ഹസൻ. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ അസ്ഹരി തങ്ങൾ വഫാത്തായി. UAE ദേശീയ സാഹിത്യോത്സവിന് സമാപനം. ദുബായ് സോണിന് കലാകിരീടം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.